ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ശ്രുതി എന്നാണ്. വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ് എനിക്ക് ഭയങ്കര ഏർക്സം ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത 5 ടൈപ്പ് കോണ്ടന്റ് ക്രിയേഷൻ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എന്റെ ചില കോണ്ടന്റ്സ് ഒന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല. സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ്, അതിൽ ഒരെണ്ണത്തിൽ ഞാൻ എന്റെ കക്ഷം ഷേവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊത്തിരി കോമെന്റ്സ് ഉണ്ടായിരുന്നു, വൈ യു ഷോയിങ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാനിപ്പോ വളരെ സഭ്യമായ ഭാഷയിലാണ് വൈ യു ഡൂയിങ് ദിസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരോടെന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല ഇതിനകത്ത് വരുന്ന കോമെന്റ്സ്. ഭയങ്കര ഭയങ്കര ഇറ്റ്സ് നോട്ട് ഗുഡ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്. പക്ഷെ അങ്ങനത്തെ വീഡിയോസിൽ വരുന്ന കോമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് കോണ്ടന്റ്സ് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇത് സോൾലി എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഓക്കെ, അത് ആരെയും ഹേർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനത്തെ കോണ്ടന്റ്സ് ഇനി മേലാൽ ചെയ്യരുതെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത 5 ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. സോ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ്. അതായത് പബ്ലിക് പ്ലേസസിൽ ആൾക്കാരുടെ വരവ് പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വണ്ടികളുടെ ചലനം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട്, ചുറ്റും എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ബോധമില്ലാണ്ട് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. For me, more than courage in doing such things in public places, I feel like they are idiots, and it should be prohibited and banned. Because ചില ദിവസം ആൾക്കാർ ധൃതിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും ഈ വക കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഒബ്വിയസ്ലി ലൈക്ക് എ ന്യൂസൻസ് ടു എ പേഴ്സൺ ഹു ഇസ് ലിവിങ് ദെയർ ഡെയിലി ലൈഫ്. ദർ ആർ സോ മെനി പ്ലേസസ് ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് ഡു യുവർ കോണ്ടന്റ്സ്. പബ്ലിക്ലി തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കോണ്ടന്റ്സ് എനിക്ക് ഇഷ്ടമല്ല. സ്പെഷ്യലി ഞാൻ ഒരു യൂട്യൂബറിനെ കണ്ടായിരുന്നു, ഐ ഡോണ്ട് നോ ഹെർ നെയിം, പക്ഷെ ഞാൻ ആ വീഡിയോനകത്ത് ക്ലിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. UK ഒരു റോഡിൽ നിന്ന് ഡാൻസ് ചെയ്യുക. ബാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ട്. അയാൾ ഒന്ന് അറ്റൻഷൻ പേ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ആ പെണ്ണുമ്പിള്ളേനെ ഇടിച്ചിട്ടേനെ. ഓക്കെ, സോറി പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞേനെ, ആ സ്ത്രീനെ ഇടിച്ചിട്ടേനെ. ഓക്കെ, ആൻഡ് ഐ തിങ്ക് you should be like aware of where you're dancing. It's fine, you can dance wherever you want, but does it have to be in public? അത്രേ ഉള്ളൂ. അത് ആ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ന്യൂയോർക്ക് സ്ക്വയറിലൊക്കെ ഓക്കെ, നിങ്ങളിപ്പോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ചെയ്തൊരു ഫ്ലാഷ് മോബ് പോലെ എന്തെങ്കിലും ചെയ്യുവാണ്, അത് പ്രോപ്പർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, മാക്സിമം പബ്ലിക് നോയ്സൻസ് ഇല്ലാണ്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒരു ക്യാമറ എടുക്കുന്നു, ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നു, യു ഗോയിങ് എനിവേ യു വാണ്ട് ആൻഡ് യു ക്രിയേറ്റിംഗ് കോണ്ടന്റ്സ്. അത് ഐ തിങ്ക് ഇസ് ലൈക്ക് ശരിയല്ല. ഞാൻ ഇതുവരെ ആയിട്ടും അങ്ങനെ പബ്ലിക് പ്ലേസസിൽ പോയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനൊരു സൈഡിൽ മാറി നിന്നിട്ടാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ രണ്ടാമത് എനിക്ക് ഇഷ്ടമല്ലാത്ത കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻസ്. ഓക്കെ, there's no problem doing paid promotions if you really believe in that product. Okay, നിങ്ങൾ ശരിക്കും ആ പ്രോഡക്റ്റിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബാക്കിയുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യലി ലൈക്ക് ഗാംബ്ലിംഗ്, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാരുടെ പൈസ പോകുന്നത്, അല്ലെങ്കിൽ സ്കിൻ കെയറിൽ തന്നെ ആൾക്കാർക്ക് സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെയർ ലോസസോ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതിനകത്ത് ആക്ച്വലി ഇൻഗ്രീഡിയൻസ് എന്താന്ന് പോലും നോക്കാണ്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് ബാഡ്. ആൻഡ് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പൈസ ഉണ്ടാക്കാനാണ്. പക്ഷെ പൈസ ഉണ്ടാക്കുന്നതും കുറച്ച് എത്തിക്കൽ ആയിട്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പെയ്ഡ് പ്രൊമോഷൻസിന് ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ബ്രാൻഡ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെയായിട്ടും ഞാൻ എനിക്ക് പറ്റിയ ഒരു ബ്രാൻഡ് കണ്ടിട്ടില്ല അതിനകത്ത് ദാറ്റ് ഐ വോണ്ട് ടു പ്രൊമോട്ട്. ഞാൻ ഒരിക്കലും പെപ്സിയോ കൊക്കോകോള പോലത്തെ ഐറ്റംസോ അല്ലെങ്കിൽ ഡൊമിനോസ് പിസ്സ പോലത്തെ ഐറ്റംസോ ഒന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല. ബിക്കോസ് ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ എം ട്രൈങ് ടു കട്ട് ഓഫ് ഫ്രം മൈ ലൈഫ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഞാൻ എന്തിനാ അത് പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയുള്ള എത്തിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടാവുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ നൈസ് കോണ്ടന്റ്. അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ വിചാരിക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്
എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി കോണ്ടന്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ചില സമയത്ത് അതിൽ ഭയങ്കരമായിട്ട് റിയാലിറ്റി മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് അത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്പെഷ്യലി തന്നെ നിങ്ങളിപ്പോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ഒരു യൂട്യൂബേഴ്സ് ആയിരുന്നു പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ വീട്ടിൽ ആക്ച്വലി നടക്കുന്നതും അവരുടെ റീലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ശരിയല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ, യു ക്യാൻ ക്രിയേറ്റ് കോണ്ടന്റ്സ്, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കാണുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. സോ ദാറ്റ് അവർക്ക് വിചാരമുണ്ട്, ഓക്കെ ദിസ് ഇസ് ഹൗ യുവർ ഫാമിലി ഇസ്, ദിസ് ഇസ് ഹൗ എ ഫാമിലി ഷുഡ് ബി. പക്ഷെ ഇതൊക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതാന്നുള്ളത് ഈ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഞാൻ ഫാമിലി കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എന്റെ ഫാമിലിനെ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ വളരെ കുറവാണ് കാണിക്കുന്നത്, വളരെ കുറവ്. ലൈക്ക് പെർസെന്റേജ് എന്റെ ഹസ്ബൻഡിനെയും മോനെയും ഞാൻ പിന്നെയും കാണിക്കാറുണ്ട്, പക്ഷെ എന്റെ ഫാമിലി സൈഡ് ഞാൻ വളരെ കുറവാണ് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എനിക്ക് അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതല്ല, ഇല്ലെന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു കോണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതില് കുറച്ചൊക്കെ എന്താ പറയാ, ഒരു സത്യസന്ധത കാണിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഈ പ്രവീൺ പ്രണവിന്റെ വീട്ടിലെ ഇഷ്യൂസ് ആക്ച്വലി പുറത്തു വന്നപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് വാട്ട്, ദിസ് ഫാമിലി, അങ്ങനെ ആയിപ്പോയി ഞാൻ. അപ്പോ അതാ ഞാൻ പറയണത്. ലൈക്ക് ഐ നോ സം പീപ്പിൾ വോണ്ട് ടു ലൈക്ക് ഓൺലി ഷോ ഹാപ്പിനെസ് ഇൻ എവറിഥിങ്, ബട്ട് നിങ്ങൾ ഒരു വ്ളോഗർ ആകുമ്പോഴത്തേക്കും, അതും ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലെങ്കിൽ ഒരു ഫാമിലി വ്ളോഗർ ആകുമ്പോഴത്തേക്കും യു ഷുഡ് ഹാവ് ലൈക്ക് സം കൈൻഡ് ഓഫ് എറ്റിക്കേറ്റ്സ്. ഐ തിങ്ക് ലൈക്ക് കുറച്ചൊക്കെ റിയാലിറ്റി കാണിക്കുന്ന രീതിയിൽ ആവണം എന്ന് ഐ തിങ്ക് സോ. ബിക്കോസ് ചില നല്ല നല്ല വ്ളോഗേഴ്സ് ഉണ്ട്, അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല നിമിഷങ്ങളും കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് റിയൽ ആണ്, അല്ലാണ്ട് ഫേക്ക് അല്ല. ഓക്കെ, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ തിങ്ക്, അഗൈൻ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ പ്രവീൺ പ്രണവിന്റെ ഡാൻസ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കോണ്ടന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് അഗെയിൻസ്റ്റ് ഒന്നും അല്ല ഈ പറയുന്നത്. ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് ഇങ്ങനത്തെ കോണ്ടന്റ്സ് എനിക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ നാലാമത് എനിക്ക് ഇഷ്ടമല്ലാത്തത് ആനിമൽ അബ്യൂസ്. ഓക്കെ, ഇത് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ആനിമൽസിനെ സേവ് ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഗ്രേപ്പ് വൈനിൽ കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനിമൽസിനെ ഈ സിറ്റുവേഷനിൽ ആക്ച്വലി കൊണ്ടുപോയി ഇട്ടിട്ടാണ് പിന്നെ പോയി സേവ് ചെയ്യുന്നത്. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബീയിങ്ങിനെ ഒരു ഡിസ്ട്രെസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിന്റെ പുറകെ ഓടാറില്ല. ഐ ഗോ പ്രൊട്ടക്ട് ദം ഫസ്റ്റ്, സേവ് ദം ഫസ്റ്റ്. അതൊരു വീഡിയോ ആക്കാൻ, അതൊരു കോണ്ടന്റ് ആക്കാൻ പോലും ഞാൻ ആലോചിക്കാറില്ല. അപ്പോ അത് കോണ്ടന്റ് ആക്കുന്ന ആൾക്കാര് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഫീൽ ലൈക്ക് ഇതൊക്കെ ആനിമൽസിനെ അബ്യൂസ് ചെയ്യുന്നതാണെന്നാണ്. അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചില വീഡിയോസ് ഉണ്ട്, മറ്റേ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ്, കുറെ നാളായിട്ട് എന്തെങ്കിലും ഡിസീസസ് വന്ന ആനിമൽസിനെ കൊണ്ടുപോയി പ്രൊട്ടക്ട് ചെയ്ത് അവരെ ചികിത്സിച്ച് റെഡിയാക്കണൊക്കെ വീഡിയോസ് ഉണ്ട്. അങ്ങനത്തെ വീഡിയോസിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ പട്ടി വല്ല കുളത്തിൽ കിടക്കുവോ, കുളത്തിൽ വീഴോ, അല്ലെങ്കിൽ ചാക്കി കെട്ടിയിട്ടേക്കുന്ന പട്ടി കുഞ്ഞുങ്ങളെ പോയി റെസ്ക്യൂ ചെയ്യുക, അങ്ങനത്തെ വീഡിയോസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ ആനിമൽസിനെ കൊണ്ടുപോയി ഇട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ വീഡിയോസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് putting animals or anything in that kind of situation for content. Okay, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, പല ടൈപ്പ് ക്യൂസീൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യലി ഞാനിത് കണ്ടേക്കുന്നത് ഗ്ലാമി ഗംഗ ചെയ്യുന്ന. ഗ്ലാമി ഗംഗയുടെ എല്ലാ കോണ്ടന്റ്സും എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഹെർ കോണ്ടന്റ് ക്രിയേഷൻ, ഐ ലൈക്ക് ഹെർ വ്ളോഗ്സ്, ഐ ലൈക്ക് ഹെർ മേക്കപ്പ് വീഡിയോസ് ആൻഡ് എവറിഥിങ്. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റീൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്ന വീഡിയോസ് ഐ ഡോണ്ട് ലൈക്ക്. കാരണം എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഫുഡിനെ നമുക്ക് റെസ്പെക്ട് കാണിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരുടെയും ക്വിസീൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ തവളേനൊക്കെ തിന്നുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ പാമ്പിനെ തിന്നുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അവരുടെ ഭക്ഷണമാണ്, അത് അവരുടെ ക്വിസീനാണ്. ഓക്കെ,
നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഇപ്പൊ സുഷി ഒക്കെ കഴിച്ചിട്ടും എന്നൊക്കെ കാണിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ജാപ്പനീസ് കഴിക്കുന്ന രീതിയാണ്, അത് അവരുടെ കൾച്ചറാണ്, അത് അവരുടെ ക്വിസീൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഒരു ഫുഡ് വായിലിട്ടു, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഓക്കാനിക്കണ പോലെ കാണിക്കാണ്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് സേ യുവർ ഒപ്പീനിയൻ, സേ ദാറ്റ് അതിന്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതിന്റെ സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് യു ക്യാൻ ടോക്ക് അബൌട്ട് എ ഫുഡ് വിത്തൗട്ട് ബീങ് ഒഫെൻസീവ് ഓർ മേക്കിംഗ് ഫേസസ്. അത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഫുഡ് ആരെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇനി നല്ല ഇടി വെച്ചു കൊടുക്കാൻ എനിക്ക് തോന്നും. കാരണം അത് എന്റെ ഫുഡാണ്, അത് എന്റെ അന്നമാണ്, അതിനോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫുഡിനെ മര്യാദ ഇല്ലാണ്ട് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ അത് അഗൈൻ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആരും അത് കാണരുതെന്നോ ഇങ്ങനെയുള്ള കോണ്ടന്റ് ബാൻ ചെയ്യണമെന്നോ അല്ല പറയുന്നത്, എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കോണ്ടന്റ്സിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാത്തെന്നുള്ളത് നിങ്ങൾ കോമെന്റിൽ പറയാ. നിങ്ങൾക്ക് ബാക്കിയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പ്ലീസ് കോമെന്റ് ബോക്സിൽ പറയുക. ഐ വിൽ ബി വെരി ഹാപ്പി ടു ലേൺ മോർ അബൌട്ട് what you guys think. അപ്പോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. Ciao.